ഇങ്ങനെ നമ്മൾ പോണ വഴിക്ക് ആന പതുങ്ങി നിൽക്കുന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ ഉണ്ടെങ്കിലും അറിയാൻ പറ്റും. സ്മെല്ലുണ്ടാവും, സൗണ്ട് ഉണ്ടാകും അതിൽ. ചാര പറഞ്ഞു ആന നടക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണ് കാല്, അതുകൊണ്ട് സൗണ്ട് വരില്ല. അത് ശരിയാ, സൗണ്ട് കേൾക്കത്തില്ല. ഒരു സ്ഥലത്ത് കടുവകൾ മനുഷ്യനെ ഓൺ ഫുട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കടുവ നമ്മുടെ നേരെ നടന്നു കഴിഞ്ഞാൽ കടുവ ടെറിഫൈഡ് ആണ്. ഒരിക്കലും കടുവ മനുഷ്യന് നേരെ നിൽക്കില്ല, അവർ ഓടിപ്പോയി. ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട് നടന്നു പോകുന്ന ആൾക്കാരുടെ നേരെ അവിടുന്ന് കടുവ നടന്നു വരുമ്പോൾ കണ്ടിട്ട് കടുവ ഓടിപ്പോകണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് കടുവ മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നത് തന്നെ കാര്യം. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ കുറേ മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ ഒരാളെ കാപ്പിത്തോട്ടത്തിൽ പുല്ല് പറിക്കാൻ പോയ ഒരാളെ കൊന്നൊരു. അപ്പം നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചറിയാം. കാപ്പിത്തോട്ടത്തിനകത്തൂടെ പോയിട്ട് നല്ലൊരു ഓപ്പൺ സ്ഥലത്ത് ഗ്രാസ് ലാൻഡിനകത്ത് നിന്നിട്ട് അദ്ദേഹം പുല്ല് ചെത്തിയത്. അപ്പം ഒരു കടുവയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ, ഒരു പ്രിഡേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കാപ്പിത്തോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഹാബിറ്റായിട്ട് ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് പോലെ നിൽക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ നടുക്കാണ് ഈ നല്ലൊരു പുൽമേടുള്ളത്. അപ്പോൾ പുൽമേടിൻ്റെ പ്രത്യേകത അവിടെ ഇഷ്ടംപോലെ മാനുകളും പന്നികളും ഒക്കെ ഇര തേടാനായിട്ട് വരുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇദ്ദേഹം ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് പുല്ല് ചെത്തിയത് കൊണ്ടായിരിക്കാം പന്നിയായിട്ടോ മറ്റു മൃഗമായിട്ടോ തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും അവന് പക്ഷേ ഈ കടുവ ആക്രമിച്ചെന്നാണ്